മേവൻ മേവൻ എന്ന് വെച്ചാൽ ഒരു ബിൽഡ് ഓട്ടോമേഷൻ ആൻഡ് ഡിപ്പെൻഡൻസി മാനേജ്മെൻറ്റ് ടൂളാണ്. എന്താണ് ബിൽഡ് ഓട്ടോമേഷൻ ആൻഡ് ഡിപ്പെൻഡൻസി മാനേജ്മെൻറ്റ്? ഇത് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ എന്താണെന്ന് നോക്കാം. നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിൽ ഒരു പ്രോഗ്രാമർ കോഡ് എഴുതുന്നു. ഈ കോഡ് ഒരു കോഡ് റിപ്പോസിറ്ററിയിൽ സേവ് ചെയ്യുന്നു. ഈ സേവ് ചെയ്തിരിക്കുന്ന കോഡ്സ് കമ്പൈൽ ചെയ്യണം. സിൻടാക്സ് എറേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് കമ്പൈൽ ചെയ്യണം. ഈ കമ്പൈൽ ചെയ്യാനും അതിൻ്റെ ഡിപ്പെൻഡൻസീസ് മാനേജ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് മേവൻ. നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. നമ്മുടെ ടീമിൽ 4 ഡെവലപ്പേഴ്സ് ഉണ്ടെന്ന് കൺസിഡർ ചെയ്യാം. ആൻഡ് ദേ ആർ വർക്കിംഗ് ഓൺ ദ സെയിം പ്രൊജക്റ്റ്. അപ്പോൾ ഒരു വലിയ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ആ പ്രോഗ്രാമിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ലൈബ്രറീസിലേക്ക് പ്രോഗ്രാം പോയിന്റ് ചെയ്യുന്നുണ്ടാവും. ആ പോയിന്റ് ചെയ്യുന്ന ലൈബ്രറീസിനെയാണ് നമ്മൾ ഡിപ്പെൻഡൻസീസ് എന്ന് വിളിക്കുന്നത്. നമ്മളുടെ മേവൻ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ആദ്യം മേവൻ ഇല്ലാത്ത ഒരു സിനാരിയോയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾക്ക് 4 ഡെവലപ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 4 ഡെവലപ്പേഴ്സും അവരുടെ സിസ്റ്റത്തിൽ കോഡ് ചെയ്യുന്നു ആൻഡ് അവരുടെ ഇഷ്ടത്തിനുള്ള ലൈബ്രറീസിലേക്ക് പോയിന്റ് ചെയ്യുന്നു, ഡിപ്പെൻഡൻസീസ് യൂസ് ചെയ്യുന്നു. 4 പേരും യൂസ് ചെയ്യുന്ന വേർഷൻസ് ഓഫ് ഡിപ്പെൻഡൻസീസ് ലൈബ്രറീസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇങ്ങനെ ഡിഫറെൻറ്റ് വേർഷൻസ് യൂസ് ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കമ്പൈൽ ചെയ്യണ സമയത്ത് മാനുവലി അവരുടെ പ്രൊജക്റ്റ് കൺഫിഗർ ചെയ്യണം. അവരുടെ സിസ്റ്റത്തിൽ അവർക്ക് വേണ്ട ഡിപ്പെൻഡൻസീസ് എന്തൊക്കെയാണോ അതെല്ലാം ഡൗൺലോഡ് ചെയ്യും. എല്ലാം ചെയ്താൽ മാത്രമേ അവർക്ക് കമ്പൈൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ട് ലൈബ്രറിയിൽ, ഒരു അപ്ഡേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഡെവലപ്പേഴ്സും മാനുവലി ഇരുന്ന് ഡൗൺലോഡ് ചെയ്യുകയും അത് അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്യേണ്ടി വരും. ആൻഡ് ഇൻ കേസ് ഏതെങ്കിലും ഒരു ഡെവലപ്പർ ഈ അപ്ഗ്രേഡ് ചെയ്യാൻ വിട്ടുപോയി എങ്കിൽ ഇൻകൺസിസ്റ്റൻസീസ് ക്രിയേറ്റ് ആവുകയും ചെയ്യും വെൻ ഈ കോഡ് മേർജ് ചെയ്യണ സമയത്ത്. ഇതാണ് മേവൻ ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന ഒരു സിനാരിയോ ആണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് മേവൻ ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. മേവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ യൂസ് ചെയ്യുന്നത് ഒരു പോം ഫയലാണ്. പോം ഫയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രൊജക്റ്റിന് യൂസ് ചെയ്യാൻ പോകുന്ന ലൈബ്രറീസ്, എന്തൊക്കെ ഡിപ്പെൻഡൻസീസ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്, ഇതെല്ലാം മെൻഷൻ ചെയ്തേക്കുന്ന ഒരു ഫയലാണ് പോം ഫയൽ. അപ്പോൾ ഈ പ്രൊജക്റ്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ എല്ലാ ഡെവലപ്പേഴ്സിനും ഈ പോം ഫയൽ സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവർക്കറിയാം ഏതൊക്കെ ഡിപ്പെൻഡൻസീസ് ആണ് യൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ ലൈബ്രറീസ് ആണ് ഇതിന് യൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ വേർഷൻസ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി എല്ലാ ഡെവലപ്പേഴ്സിനും ഉണ്ടാവും. ഈ പോം ഫയൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാവരും യൂസ് ചെയ്യുന്ന വേർഷൻസും കൺസിസ്റ്റന്റ് ആയിരിക്കും. ഒരാൾ 1.2 വേർഷനും ഒരാൾ 2.4 വേർഷനും യൂസ് ചെയ്യില്ല. എല്ലാവരും സെയിം വേർഷൻസ് തന്നെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. മേവൻ ഇല്ലാത്ത ഒരു സിനാരിയോയിൽ നമ്മൾ പറഞ്ഞു എന്തെങ്കിലും വേർഷൻ അപ്ഡേറ്റ് ഏതെങ്കിലും ഒരു ലൈബ്രറിയിലോ ഡിപ്പെൻഡൻസിയിലോ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇൻകൺസിസ്റ്റൻസി ക്രിയേറ്റ് ആവാൻ സാധ്യതയുണ്ടെന്ന്. നമ്മളുടെ പോം ഫയൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ലൈബ്രറിയിലോ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ പോം ഫയലിൽ ആ വേർഷൻ നമ്പർ മാറ്റിയാൽ മാത്രം മതി. ഓട്ടോമാറ്റിക്കലി എല്ലാ ഡെവലപ്പേഴ്സിനും ഈ അപ്ഡേറ്റ് അവൈലബിൾ ആയിക്കോളും. മേവൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് വേറൊരു വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ഡെവലപ്പർ ജോയിൻ ചെയ്യുമ്പോൾ അയാൾക്ക് ഒരു എൻവയോൺമെന്റ് സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും ടൈം ഡിലേ ഉണ്ടാവില്ല. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെവലപ്പർക്ക് കോഡ് റിപ്പോസിറ്ററിയിൽ നിന്ന് കോഡ് ഡൗൺലോഡ് ചെയ്യുകയും അതുമേ മേവൻ റൺ ചെയ്യുകയും മാത്രം ചെയ്താൽ മതി. എല്ലാ ഡിപ്പെൻഡൻസീസും ഈ ഡെവലപ്പർക്ക് ഓട്ടോമാറ്റിക്കലി സെറ്റ് ആയിക്കോളും. ഇൻ ഷോർട്ട്, മേവൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എൻ്റയർ ഡെവലപ്മെന്റ് ടീമിന് അവരുടെ കോഡിങ്ങുമേ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റും റാദർ ദാൻ ഒരു വേർഷൻ ഡൗൺലോഡ് ചെയ്യുക, അത് അപ്ഗ്രേഡ് ചെയ്യുക, കൺഫിഗർ ചെയ്യുക, സിസ്റ്റം സെറ്റ് ചെയ്യുക എന്നുള്ള ടെൻഷൻസ് ഒന്നും എടുക്കാണ്ട് അവരുടെ ജോലിയായ കോഡിംഗ് ആണ്. ആ കോഡിങ്ങിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞു മേവന്റെ 2 ജോലികളാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് ഡിപ്പെൻഡൻസി മാനേജ്മെന്റും ഒന്ന് ബിൽഡ് ഓട്ടോമേഷൻ. നമ്മൾ ഓൾറെഡി ഡിപ്പെൻഡൻസി മാനേജ്മെന്റ് എങ്ങനെയാണ് മേവൻ ചെയ്യുന്നതെന്ന് നമ്മൾ കവർ ചെയ്തു. ഇനിയുള്ളത് എങ്ങനെയാണ് ബിൽഡ് ഓട്ടോമേഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. ബിൽഡ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മേവന്റെ പ്രൊഡക്റ്റ് എന്താണ്, മേവനിലൂടെ പാസ് ചെയ്യുന്ന കോഡ് ഔട്ട്പുട്ട് എന്തായിരിക്കും വരുന്നത്. ഔട്ട്പുട്ട് വരുന്നത് ഒരു പാക്കേജ് ആയിട്ടാണ് ഇതിന്റെ ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ ആദ്യം മേവൻ ഇതിനെ കമ്പൈൽ ചെയ്യും. സിൻടാക്സ് എറേഴ്സ് ഉണ്ടോ എന്നുള്ളതിന് കമ്പൈൽ ചെയ്യും ആദ്യം മേവൻ. അതിനുശേഷം ഈ കോഡ്സിനെ ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്ത് ബഗ് ഫ്രീ ആണെന്ന് ഉറപ്പുവരുത്തും. അതിനുശേഷം 2 ടൈപ്പ് ഓഫ് പാക്കേജസ് ആയിട്ടാണ് യൂഷ്വലി മേവന്റെ ഔട്ട്പുട്ട് വരാറ്. ഒന്ന് ജാർ അല്ലെങ്കിൽ വാർ. നമ്മളൊരു വെബ് ആപ്ലിക്കേഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ വാർ ഫയലായിട്ടും, അതല്ലെങ്കിൽ ഒരു ബാക്ക് എൻഡ് ആപ്ലിക്കേഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് ജാർ ഫയലായിട്ടും ആയിരിക്കും മേവന്റെ ഔട്ട്പുട്ട് വരുന്നത്.